ന്യൂ ഇയറിന് ശേഷമുള്ള ഫസ്റ്റ് വീഡിയോ കേട്ടോ നമ്മുടെ. അപ്പൊ ഇന്ന് തൊട്ട് നമ്മൾ തുടങ്ങുവാണ് ന്യൂ ഇയർ വീഡിയോസ്. ഞാൻ വലിയ ഇടിക്ക് ഞാൻ വന്നില്ല, മാറിയുന്നു. ന്യൂ ഇയർ പിറന്നതിന് ശേഷമുള്ള ആദ്യത്തെ അൺബോക്സിംഗ് ആട്ടോ. ഓ ഇതൊക്കെ നല്ല വിലയുള്ള സാധനമല്ലേ. ന്യൂ ഇയർ ആയിട്ടില്ലേ, രാവിലെ തന്നെ ഒരു പണി കിട്ടി. നഖത്തിന്റെ 4/1 ഭാഗങ്ങൾ പോയി. ഞാനൊരു സംഗതിയെ കാണിക്കാൻ ഓർത്തില്ല. അത് ഏഞ്ചലി ചേച്ചി തന്നേ പയറപ്പ നട്ട് നല്ല ഭംഗിയായിട്ട് പയറുണ്ടായി. ഇത് പറിക്കാനുള്ളതാ. ഞാനൊരു 3-4 പറിച്ചു കഴിഞ്ഞപ്പോഴാണ് ഓർത്ത, അയ്യോ നീ ഇവിടെ ഉണ്ടല്ലോ, ഇത് വീഡിയോ പിടിക്കാലോന്നതേ. ഇത് നമുക്കിങ്ങനെ അടർത്തിയെടുക്കാം. അപ്പൊ പാകി ഗ്രോ ബാഗിൽ തന്നെ പാകി അതിൽ തന്നെ ഇങ്ങോട്ട് വെയിലത്തേക്ക് എടുത്ത് വെച്ചതാ. ഇത് ഇവിടെ ഒരെണ്ണമുണ്ട്. കായിട്ട് നമുക്ക് മെഴുക്കുവരട്ടി വെക്കാം. കായിട്ട് മെഴുക്കുവരട്ടി ആകുമ്പോൾ പൊളിയൽ വേണ്ട, ഒടിയൽ പാകമായാലും ഒടിയലാണ് നല്ലത് അതിന്. ഏഞ്ചലേച്ചി ഇപ്പൊ കാണുന്നുണ്ടാവും. ഏഞ്ചൽ അല്ലെങ്കിലും വിളിക്കാറുണ്ടല്ലോ. ഇന്നലെ അപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു താൻ പറയാനായിട്ട്. പിന്നെ വെയിലത്തേക്ക് വരണ്ട, ഞാൻ പറിച്ചെടുക്കാം. ഓരന് ഇവിടെ കിടപ്പുണ്ട്, അത് പറിക്കണ്ട, അതവിടെ കിടക്കട്ടെ. അത് തീരെ വള്ളിയാ, അത് പറിച്ചെടുക്കണ്ട. എങ്ങനെയായിരുന്നു ന്യൂ ഇയർ ഒക്കെ? ഓ ന്യൂ ഇയർ ന്യൂ ഇയറിന് ശേഷമുള്ള ഫസ്റ്റ് വീഡിയോ കേട്ടോ നമ്മുടെ. ആണോ? കൈയൊന്നും മുറിഞ്ഞേ ഉള്ളൂ. ന്യൂ ഇയർ ആയിട്ടാണോ? സവോള അരിഞ്ഞതാ. ഇച്ചിരി നഖത്തിന്റെയാ. കൈ അധികം മുറിവധികം ഒന്നുമില്ല, പക്ഷെ നഖത്തിന്റെ അവിടെ ആയതുകൊണ്ട് ഇച്ചിരി വേദനയുണ്ട്. ഇപ്പൊ ബാൻഡേഡ് കെട്ടിയേക്കും. അതുകൊണ്ട് നമുക്ക് ന്യൂ ഇയർ വീഡിയോസ് ഇല്ലേന്ന് പലരും ചോദിക്കുന്നുണ്ട് കേട്ടോ. നമ്മള് ന്യൂ ഇയറിന് അങ്ങനെ വലിയ ആഘോഷമൊന്നും ഇല്ലല്ലോ. ന്യൂ ഇയറിന് നിങ്ങളെ കാണിച്ചല്ലോ ഒരു വട്ടയപ്പം ചുട്ടതിന്റെ. അതായിരുന്നു നമ്മളുണ്ടാ വീട്ടിൽ ചെയ്തത്. പിന്നെ അപ്പ നീ മട്ടൺ മേടിച്ച കാരണം അപ്പ പെറോട്ട മേടിച്ചെന്ന്. അപ്പൊ ഞാൻ മട്ടൺ ബ്രോസ്റ്റ് ഉണ്ടാക്കിയതേ. പെറോട്ട മേടിച്ചത് കാസറോളിലിരിക്കുന്നു, മട്ടൺ അതിൽ ചീനിച്ചട്ടിയിലിരിക്കുന്നു. ഹെവി ആണല്ലോ. അപ്പൊ ഞാൻ ഒരെണ്ണേ ചൂടാക്കിയോളൂ, വേറെ ഇരിപ്പുണ്ട് കൂട്ടോ. പാല് കാച്ചട്ടെ, പാല് കാച്ചി കാപ്പി എടുക്കട്ടെ. പിന്നെ നമുക്കൊരു ന്യൂ ഇയർ സെലിബ്രേഷന്റെ പരിപാടി ഉണ്ടായിരുന്നു, ചെറുതാ. അത് വരുന്ന ദിവസങ്ങളിലൊക്കെ വീഡിയോ ഉണ്ടാവും. അത് നമ്മുടെ വീട്ടിലല്ലല്ലോ അത്. പിന്നെ നമുക്ക് ക്രിസ്മസ് സീരീസ് 1 മാസത്തോളം നീണ്ടു നിന്ന സീരീസ് ആയിരുന്നു കേട്ടോ നമ്മുടെ. അത് 30-ാം തീയതി നമ്മൾ അവസാനിച്ചു. വളരെ ഹാർഡ് വർക്ക് ആയിരുന്നു. അത് നിനക്ക് ഭയങ്കര ഹാർഡ് വർക്ക് ആയിരുന്നു. പക്ഷെ വീഡിയോ കാണുമ്പോ അത്രയും വർക്കും പിന്നിലുണ്ടെന്ന് നമുക്ക് തോന്നൂല കേട്ടോ. പക്ഷെ നല്ല വർക്കായിരുന്നു. രാത്രിയിലൊക്കെ 12 മണി 1 മണി വരെയൊക്കെ ഇരുന്നുള്ള 2 മണി വരെയൊക്കെ ഇരുന്നിട്ടുണ്ട്. വലിയ വീഡിയോ ആയിരുന്നു മിക്കവാറും തന്നെ. അത് എല്ലാ ദിവസവും ലോങ് വീഡിയോയും മിക്ക ദിവസങ്ങളിലും നമുക്കും പരിപാടികൾ ഉണ്ടായിരുന്നു. കരോള്, കരോള്, റെസിഡൻസിന്റെ കരോള്, പിന്നെ പള്ളി പെരുന്നാള്. അതെ ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ കുറെ സമയം നമുക്ക് അവിടെ മിസ്സാവും. പക്ഷെ ഫങ്ഷൻസ് ഒക്കെ വരുമ്പോ അതും നമ്മളൊന്ന് എൻജോയ് ചെയ്യണമല്ലോ. പിന്നെ ഓഫീസിൽ പോക്ക് അത്രയും അതിന്റെ ഇടയ്ക്കായി വർക്ക് നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ കഴിഞ്ഞുകൂടി. എങ്കിലും അത് എല്ലാവരും ഏറ്റെടുത്തു. നമ്മൾ പ്രതീക്ഷയിലും കൂടുതൽ ഒത്തിരി സ്നേഹം നമുക്ക് അതിലൂടെ തന്നു. ഇനി അത് കഴിച്ചോണ്ട് പറയാം. ഞാനിപ്പൊ കാപ്പിയും കണ്ട് വരാം. അതിലൊരുപാട് സന്തോഷമുണ്ട് കേട്ടോ. പൊടിയിട്ട് വെക്കണം. അതെ, നമ്മുടെ ന്യൂ ഇയർ വീഡിയോസ് എല്ലാവരും അപ്പൊ കാത്തിരിക്കുകയാണ്. അപ്പൊ ഇന്ന് തൊട്ട് നമ്മൾ തുടങ്ങുവാണ് ന്യൂ ഇയർ വീഡിയോസ്. റെഡിയാണോ? റെഡിയാ. ന്യൂ ഇയർ പ്രമാണിച്ച് നമ്മൾ 1-2 ഔട്ട്ഡോർ വീഡിയോസ് ഉണ്ട്. അത് ക്രിസ്മസിന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ ക്രിസ്മസിന് മുമ്പ് അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ എന്നാ ന്യൂ ഇയറിനങ്ങ് ആയിക്കോട്ടെ എന്ന് കരുതി. പിന്നാലെ വരും. അതെ, വരുന്ന ദിവസങ്ങളിലൊക്കെ കാണാം. എനിക്ക് ക്രിസ്മസിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അനുഭവം എന്തായിരുന്നു എന്നറിയോ? മേത്ര ബസാറിൽ പോയത്. അയ്യോ എന്റെ ദൈവമേ, ഓർപ്പിക്കല്ലേ. അമ്മയ്ക്ക് അത് ആലോചിക്കാൻ തന്നെ വയ്യ. ഇടികൊണ്ട് ഞാൻ വലിയ ഇടിക്ക് ഞാൻ വന്നില്ല, മാറിയുന്നു. അയ്യോ, പിന്നെ പെട്ടി അടക്കിയാ മതി വലിയ ഇടിക്ക് വന്നാ. പക്ഷെ നല്ലൊരു അനുഭവമായിരുന്നു അത്. പലരും പറഞ്ഞു നമ്മുടെ വീഡിയോയിലൂടെ അവർക്ക് ക്രിസ്മസ് വന്നു എന്നുള്ള തോന്നലുണ്ടാക്കിയെന്ന്. അതറിഞ്ഞതിൽ വലിയ സന്തോഷം കേട്ടോ. അതിന് നമ്മുടെ വീഡിയോയ്ക്ക് സാധിച്ചു എന്നറിഞ്ഞതിൽ എത്ര സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ. പാല് കാച്ചണയിലേക്ക് നോക്കണത് കൊണ്ടാട്ടോ അധികം പ്രതികരിക്കാത്ത. കാരണം പാല് തിളച്ചു പോകും ചിലപ്പോ. അതുകൊണ്ടാ നോക്കാത്ത കേട്ടോ. അത് കഴിഞ്ഞ് ഊണുമുറിയിൽ വന്നിട്ട് സംസാരിക്കാം. എന്നാ പോയി കഴിച്ചു തുടങ്ങിക്കോ, ഞാൻ അന്നേരത്തേക്കും വരാം. അപ്പയ്ക്ക് വെള്ളം വയ്ക്കണം. കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതേ അതിന്റെ എല്ല് വിട്ടു പോന്ന ആവശ്യത്തിന് എല്ലേ ഉള്ളൂ. നിന്റെ പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിന് ഒരു പൊറോട്ട ഇപ്പൊ ചൂടാക്കിയോളൂ. മറ്റേത് നെയ്യാലേ അടി കിടക്കണ. നെയ്യാ, വെളിച്ചെണ്ണ അല്ല കേട്ടോ, അത് നെയ്യാണ്. വെളിച്ചെണ്ണയൊന്നും അല്ല, ഊറി വരുന്ന നെയ്യാ. മട്ടനിലെ നെയ്യാ. ലുലുവിലെ മട്ടനാട്ടോ. നല്ല സോഫ്റ്റാ.
കൊള്ളാം അല്ലേ? കഴിച്ചിട്ട് അപ്പ എന്നാ പോലും പറഞ്ഞു. അപ്പ കഴിച്ചില്ല, വൈകിട്ട് മതിയെന്നാ പറഞ്ഞു. അപ്പോൾ ദേ ഇരിക്കുന്ന നമ്മുടെ എന്താ ഇനി പറയുക, മട്ടൺ റോസ്റ്റും പൊറോട്ടയും ഞാനിന്ന് കഴിക്കാൻ പോണേ. പൊറോട്ടയൊക്കെ ആണെങ്കിൽ അറ്റ് എ ടൈം ഞാൻ ഒരെണ്ണം മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. ഒരെണ്ണം തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് അധികമാണ്. പിന്നെ വീറ്റ് പൊറോട്ട കിട്ടുവാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ നമ്മുടെ ഇവിടെ വീറ്റ് പൊറോട്ട കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ പൊറോട്ട ആണെങ്കിലും ഇതിൽ ഓയിലൊന്നും അധികം ഫീൽ ചെയ്യിപ്പിച്ചില്ല കേട്ടോ. എന്തായാലും അതൊരു നല്ല കാര്യമാണല്ലോ. പിന്നെ ഇതുപോലെ മട്ടൺ റോസ്റ്റൊക്കെ നമ്മൾ ഉണ്ടായി കഴിയുമ്പോണ്ടല്ലോ, അതിൻ്റെ കൂടെ ചുമ്മാ ഇതുപോലെ ഓണിയൻ അരിഞ്ഞതും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് പൊറോട്ടയുടെ കുറച്ച് പീസ് മുറിച്ച് എല്ലാം കൂടെ ചേർത്തൊരു മിക്സ് ചെയ്ത് ഒരു പിടി പിടിക്കണം. ഓഫ് എന്നാ ടേസ്റ്റാന്നറിയോ. കുറേ നാൾ കൂടി ഇവിടെ മട്ടൺ മേടിക്കുന്നതും ഇതുപോലെ വിശേഷ അവസരങ്ങളൊക്കെ വരുമ്പോഴാണ് മട്ടൺ മേടിക്കണം. സ്റ്റൂ ഉണ്ടാക്കാനാണ് പ്രധാനമായിട്ട് മേടിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ഇതുപോലെ റോസ്റ്റും വെക്കും കേട്ടോ. അപ്പയ്ക്ക് മട്ടൺ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റിയും ആയിരുന്നു കേട്ടോ ഈ റോസ്റ്റ്. അടിപൊളിയായിരുന്നു. ഈ റോസ്റ്റിൻ്റെ റെസിപ്പി നമ്മൾ ചെയ്തിട്ടുണ്ട്. ലിങ്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ തരാം കേട്ടോ. നല്ല അടിപൊളി മട്ടൺ റോസ്റ്റ് ആയിരുന്നു. അപ്പം ഞങ്ങളതൊക്കെ കഴിച്ച് എൻജോയ് ചെയ്തു. ഞാനതിനെ പറ്റിയിട്ട് പറയായിരുന്നു കേട്ടോ. ന്യൂ ഇയർ പിറന്നതിന് ശേഷമുള്ള ആദ്യത്തെ അൺബോക്സിംഗ് ആട്ടോ. വലിയ പ്രതീക്ഷകളുണ്ടോ? പ്രതീക്ഷ വേണ്ട, കുറേ മേടിച്ചു. ഒത്തിരി സാധനങ്ങൾ മേടിച്ചു. സമയം രാത്രി 8:30 കേട്ടോ. പക്ഷെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആട്ടോ മേടിച്ചാണ്. ആവശ്യമായിട്ട് നമ്മൾ ഒന്നും മേടിച്ചിട്ടില്ല. രാത്രി 8:30 ഞാനും വൈകിട്ട് സിറ്റി പോയ കാരണം ഡ്രസ്സ് ഒന്നും കുളിച്ചിട്ടില്ല. പൊട്ടൊക്കെ അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കണത് ഈ രാത്രിയിൽ. പക്ഷെ അതുകൊണ്ട് ഭംഗിയായിട്ടുണ്ട് ഇന്ന്. അതല്ല, പൊട്ടിങ്ങനെ ഇരിക്കുന്നത് രാത്രി ഈ സമയത്ത് പുറത്തു പോയത് കൊണ്ട് പിന്നെ ഡ്രസ്സ് സാരി മാത്രം മാറിയേച്ചിങ്ങ് വന്നത്. അവര് കാപ്പി ഇട്ട് ഞങ്ങൾ കുടിച്ചു. അപ്പൊ കുളിക്കാൻ കയറി. ഇനി ഞങ്ങൾക്ക് കുളിക്കണം, അത്താഴം കഴിക്കണം, പ്രാർത്ഥിക്കണം, അത്താഴം കഴിക്കണം, കിടക്കണം. ഇന്ന് നാളെ സാറ്റർഡേ പതിവ് ഡ്യൂട്ടികൾ തുടങ്ങണം. അപ്പൊ ഓക്കെ, അപ്പൊ ഓരോ സാധനങ്ങൾ എടുക്കാം. അപ്പൊ എല്ലാവരുടെയും ക്രിസ്മസ് ഒക്കെ നന്നായിരുന്നെന്ന് വിചാരിക്കണം. പിന്നെ എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു പുതുവത്സരമാകട്ടെ. സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും വിവരങ്ങളൊക്കെ എല്ലാവർക്കും വാർത്തകളൊക്കെ കേൾക്കാൻ ഇടവരട്ടെ അല്ലേ? ഓക്കെ, അപ്പൊ ദേ ഇരിക്കുന്നു കവറ്. തുറക്കാം. ആർ യു എക്സൈറ്റഡ്? ഇല്ല. എക്സൈറ്റഡ് ആണെന്ന് അറിയാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് എക്സൈറ്റ്മെന്റ് ഇല്ല. കാരണം എപ്പോഴും ഓരോന്ന് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നതല്ലേ. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഈ ലുലുമാളിൽ ഇവള് പോണ വീക്കെൻഡിലായിരിക്കും മിക്കവാറും. അല്ലെങ്കിൽ കോവിലെ ലുലുമാള് ബേക്കേഴ്സ് പല ഷോപ്പിലും കയറൂല. കയറി ഇറങ്ങി മേടിച്ച് സാധനങ്ങൾ കൊണ്ടുവരണതാണ്. അതുകൊണ്ടാണ് ഇവള് തന്നെ മിക്കവാറും പോയി സാധനങ്ങൾ എടുത്തോണ്ട് വന്നത് കേട്ടോ. ഇപ്പൊ ചിലപ്പോൾ ആവശ്യമുള്ള സാധനമൊക്കെ ഞാൻ രാവിലെ പറഞ്ഞു വിടും. ഇന്ന സാധനമൊക്കെ ഇവിടെ വേണ്ടിയതായിട്ടുണ്ട്, ഇവിടെ കിട്ടൂലാത്ത ലോക്കൽ സാധനങ്ങൾ. പിന്നെ ഇവള് ഇങ്ങോട്ട് ആവശ്യമുള്ള വേറെ സാധനങ്ങൾ ഇവള് അല്ലാതെ ഇവളും വാങ്ങിച്ചുകൊണ്ട് വരാറുണ്ട്. അതുകൊണ്ടാണ് ഇവള് തന്നെ ഷോപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. ഞങ്ങൾ അങ്ങനെയുള്ള പോക്കുകളുണ്ട്, അത് നിങ്ങളെ കാണിക്കാറുണ്ട്. അപ്പൊ അതൊക്കെയാണ്. ഓരോന്നായിട്ട് എടുക്കട്ടെ. എല്ലാവർക്കും ചെറിയ കോൾഡും ചുമ. ഇവക്ക് ആദ്യം ചുമ തുടങ്ങി. എനിക്ക് ഒരു മാസമായിട്ട് ഇതിന്റെ പിന്നാലെയാണ്. പതുക്കെ ഒന്ന് ശമിച്ചിട്ടേ ഉള്ളൂ. പിന്നെ എനിക്ക് പതുക്കെ തുടങ്ങി. അപ്പയ്ക്ക് നല്ല കോൾഡിലേക്ക് വന്നു. എനിക്കും ഉണ്ട് ചുമ. ഞാൻ പിന്നെ ഭയങ്കര വർക്കിലായത് കാരണം അധികം അതിനെ കുറിച്ച് ബോധേഡായില്ല എന്നുള്ളതാണ് സത്യം. ശരിയാ, നല്ല ചുമയും തൊണ്ടവേദനയിലൂടെ ഒക്കെയാണ് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ കടന്നു പോയി. 3 പ്രാവശ്യം മെഡിസിൻ എടുത്തില്ലേ, മരുന്ന് വാങ്ങിച്ചു. ഇവിടെ ലോക്കൽ ഡോക്ടറുടെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു പൊടി തണുപ്പ് ഇതെല്ലാം ആയതുകൊണ്ട് നിരപ്പിന് ഇത് തന്നെയാണ്. പനി ഒരു ദിവസമൊക്കെ ഉണ്ടായുള്ളൂ. പക്ഷെ തൊണ്ടവേദനയും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ചുമയും ഭയങ്കരമായിരുന്നു. ഓരോന്ന് എടുക്കട്ടെ. സ്ഥിരം മേടിക്കണ ബ്രൊക്കോളി സൂപ്പ്. അത് പെട്ടെന്ന് ഉണ്ടാക്കേണ്ടി വരുവാണെങ്കിൽ, സമയമൊന്നും ഇല്ലാത്ത ദിവസമാണെങ്കിൽ 2 പാക്കറ്റാണോ? 2 പാക്കറ്റ്. സമയം ഇല്ലാത്ത ദിവസമാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കേണ്ടി വരുമ്പോഴേ ഇത് എളുപ്പമാണ്. അത് അപ്പയ്ക്കും ഇഷ്ടമായതാ. ഞാൻ സൂപ്പ് ഇങ്ങനത്തെ സൂപ്പുകൾ കുടിക്കാറില്ല കേട്ടോ. ഇത്തവണ ഇത് ഏതിന്റെ ഗീയാ? ബ്രിട്ടാനിയ. അപ്പ പറഞ്ഞ ഗീ ആണല്ലോ ഇത്. നീ അപ്പയോട് പറഞ്ഞ അപ്പ കുളിക്കാൻ കയറി കൗ ഗീ. വില പുറകില. അത് തന്നെ. വില ഇവിടെ കിടപ്പുണ്ട്. 1 ലിറ്ററിനാണ് കേട്ടോ. 1 ലിറ്ററിന് 680 രൂപ. ഓഫർ ഉണ്ടോ? ഓഫർ ഇല്ല. ഇല്ല അല്ലേ? ഇവിടെ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എക്സ്പയറി ഡേറ്റ് ഒന്ന് നോക്കിയേക്കണോ? അതൊക്കെ ഉണ്ട്. അത് ഞാൻ നോക്കിയിട്ടാ എടുത്തേക്കണേ. ഈ ടിൻ പൊട്ടിച്ച് നാളെ നമുക്ക് നമ്മുടെ നമ്പീശൻ ഗീയുടെ ടിൻ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്, അതിലേക്ക് പകർത്തി വെക്കാം. അപ്പൊ അതിൽ നിന്ന് എടുക്കാൻ സൗകര്യം. അപ്പൊ അങ്ങനെ ചെയ്യാട്ടോ. ആയിക്കോട്ടെ, ഒരു വിരോധവും ഇല്ല. ഇന്നപ്പ ഇതന്നെ
അത് നമുക്ക് തിരക്കുള്ള ദിവസങ്ങളൊക്കെ വരുമ്പോഴേ ടേസ്റ്റി നമുക്ക് എല്ലാം ചിലപ്പോ ഒന്ന് ഉണ്ടാക്കാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരും. അങ്ങനെ വരുമ്പോ സ്റ്റോക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുവാണെങ്കിൽ യൂസ് ചെയ്യാലോ എന്ന് കരുതിയാണ്. അല്ലാതെ എപ്പോഴും എടുക്കാനല്ല. 140 പക്ഷെ ഓഫർ ഉണ്ടായിരുന്നു 105 രൂപയ്ക്ക്. എപ്പോഴും എടുക്കാനല്ല, ഞാൻ വീണ്ടും പറയുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് വളരെ തിരക്കില് ആവുകയും ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോയി ദീർഘദൂര യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ വരുമ്പോഴേക്കും വീണ്ടും ഉച്ചയൂണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കറി ഉണ്ടായിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോ എമർജൻസി പർപ്പസിന് എടുക്കാൻ വേണ്ടി ഞാൻ മേടിച്ചതാണ് കേട്ടോ. കാരണം അതൊരു ഹെൽപ്പാണല്ലോ എന്ന് വിചാരിച്ച. മനസ്സിലായി. പിന്നെ ഷുഗർ നീ മേടിക്കാറുണ്ടല്ലോ ഇടയ്ക്ക്, സാമ്പാർ മേടിക്കാറുണ്ട്, തോരന്റെ മേടിക്കാറുണ്ട്, മേടിക്കാറുണ്ട്. ഇത് ഷുഗർ ആട്ടോ. ഷുഗർ. ഇത് വെജിറ്റബിൾ ആയിരിക്കും. ബീൻസ്. പിന്നെ അത് നിനക്ക് മറ്റേ ഇതിന് വേണ്ടി സാലഡ് അല്ലേ. ക്യാരറ്റ് ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. കോണിന്റെ കുപ്പയും റെഡിയാക്കി ഇരിക്കണം. അതില്ലാത്തൊരു കച്ചവടം ഇല്ല. ഇത് കുറെ നാളായി മേടിച്ചിട്ട്. പീനട്ട് ഞാൻ അവിടെ കണ്ടപ്പോ ഓർത്ത്. നന്നായി. ഇത് പീനട്ട് ഒരു ഇച്ചിരി മേടിച്ചാലും നല്ല വിലയാ അതിന്. 94 രൂപ ഗ്രാം. 402 ഗ്രാം 94 രൂപ കേട്ടോ. ലുലുവിലല്ലേ. കഴിഞ്ഞോ സാധനങ്ങള്? നോക്കട്ടെ. ഇതിലെ സാധനം കഴിഞ്ഞു. ബില്ല് ഇതിൽ കിടപ്പുണ്ട് കേട്ടോ. അത് മതിയല്ലോ, ധാരാളം. ഇതൊക്കെ നല്ല വിലയുള്ള സാധനല്ലേ. ടോട്ടൽ കോസ്റ്റ് അധിക സാധനങ്ങൾ ഇല്ലെങ്കിലും ഇന്നത്തെ ടോട്ടൽ കോസ്റ്റ് വന്നിട്ടുള്ള എത്രയാണെന്നറിയോ? 1129. ഇതിലുണ്ട് ബില്ല്. എടുത്ത് വെച്ചോളണം കേട്ടോ. അപ്പൊ ഇതാണ് ഇന്നത്തെ കച്ചവടം. ഓക്കെ. അപ്പൊ അതേ ഒന്ന് എടുത്ത് കാണിക്കാം, അടുപ്പിച്ച് വെക്കാം. പീനട്ട് അപ്പയ്ക്ക് ഇഷ്ടാ, എനിക്കും ഇഷ്ടാ. പീനട്ടിന്റെ ഒരു ദൂഷ്യം എനിക്ക് എന്നാന്നറിയാമോ? ഞാനിത് പൊട്ടിച്ച് കുപ്പിയിലിടും. കുപ്പിയിലിട്ടേച്ച് പകുതി റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി വേറൊരു ടിന്നിലേക്ക് വെച്ചേക്കും. കുപ്പിയിലിടുന്നത് ഒരേ വാള എടുത്ത് വെച്ചു. അതൊരു വലിയ പ്രശ്നം തന്നെ. അതൊരു വീക്ക്നെസ്സാ. എന്റെ വീക്ക്നെസ്. അത് എന്റെ കാര്യം കേട്ടോ, ഞാൻ പറഞ്ഞ എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ. ന്യൂ ഇയർ ആയിട്ടില്ലേ, രാവിലെ തന്നെ ഒരു പണി കിട്ടി. അതൊരു വല്ലാത്ത പണി. അല്ല, മുറിവധികയില്ല. ഈ സവോളയുടെ ഇതിങ്ങനെ പിടിച്ചേച്ചേ, കത്തി ഇങ്ങനെ പിടിച്ചേച്ച് സവോള ഈ കയ്യിലിരുന്ന സവോളയുടെ മോൾഭാഗം ഇല്ലേ, എന്നാ അതിന് പറഞ്ഞ മുട്ട, അവിടെ ഇച്ചിരി ചേന്തി കളയൂലേ. ചേന്തി കളഞ്ഞപ്പോ എന്നാന്നറിയാമോ? കത്തിയുടെ മുനപ്പില്ലേ, അറ്റം, ആ മുനപ്പ് അങ്ങ് കൊണ്ടിട്ട് നഖത്തിന്റെ 4/1 ഭാഗം പോയി. വേറെ മുറിവില്ല, നഖത്തിന്റെ. കാരണം എന്താ വെച്ചാൽ നഖം വെട്ടിപ്പോയത്. അയ്യോ, ഭയങ്കര മൂർച്ച കത്തിക്ക്. ആ കൊല്ലനെ കൊണ്ട് ഉണ്ടാക്കിച്ച കത്തിയില്ലേ, പണിയാണ്. അത് കാരണം കുഴപ്പം എന്നാന്ന് വെച്ചാൽ 3ാമത്തെ ബാൻഡേഡായത്. മുറിവ് അങ്ങനെ അതില്ല, അവിടെ അത് നഖം പോയത് കാരണം അവിടെ ബ്ലഡ് കളറിലിരിക്കുവോ ദശ. അതാണ് പ്രശ്നം. ആശുപത്രി പോണോ? ആശുപത്രിയിലൊന്നും പോകണ്ട, അത് വേറെ വിഷയം ഇല്ലെന്ന്. ഇനി അതിന് ആശുപത്രി പോയാലും അവിടെ ഞാൻ ഡെറ്റോൾ ഇട്ട് ക്ലീൻ ചെയ്ത് വെച്ച് ബാൻഡേഡ് ഒട്ടിക്കും. ഇത് ഈ വരണ്ടത് ഇങ്ങനെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇതൊരു വലിയ കെണി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നഖം വന്ന് കൂടണം, അല്ലെങ്കിൽ ആ ദശപ്പ ഇങ്ങനെ ഇരിക്കുന്നത് അത് പണിയാ. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്ങാതിരിക്കാൻ ഇത് ഒട്ടിച്ച് നടക്കാതെ നിർത്തിയില്ല. ഞാൻ ജോലി എടുക്കുമ്പോ ഇതിന്റെ പുറമെ തുണി വലിയ ഇതായിട്ട് വെച്ച് കെട്ടും. അപ്പൊ അല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ താങ്ങും. ഇതും കൊണ്ട് ഇങ്ങനെ ഈ കൈ കണ്ടാ പണിയണമെങ്കിൽ ഇതും കണ്ടും വാരലും പെറക്കലും ഒക്കെ ഇല്ലേ, ഇങ്ങനെ ചെരുവും ഇതുമൊക്കെ എടുക്കുമ്പോ അങ്ങനെ നനഞ്ഞാലും കുഴപ്പമില്ല. അവിടെ മുറിവ് അങ്ങനെ ഇല്ല. അത് പൊളിച്ചു കഴിയുമ്പോ കാണാം. ഇങ്ങനെ നാളെ ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ കാണിച്ചാൽ ഇത്രയും ഭാഗം നഖം അങ്ങ് മുറിഞ്ഞു പോയി, ഇങ്ങനെ ചേന്തി പോയതാ. അപ്പൊ നമ്മുടെ സുനിൽ വന്നപ്പോ കെട്ടും കെട്ടിയിരിക്കുക. അന്നേരം ചോദിച്ചത് എന്നാ ചോദിച്ചു, കയ്യിൽ ഇങ്ങനെ വലിയ കെട്ട്. സുനിലെ വലിയ കെട്ട്, പേടിക്കൊന്നും വേണ്ട, സംഭവം ചെറുതാ, പക്ഷെ നഖം ഇച്ചിരി അറ്റുപോയി, നഖം മാത്രം. അതുകൊണ്ട് അവിടെ ദശപ്പു ഇങ്ങനെ പുറത്തേക്ക് ഇരിക്കുവോ. ഇങ്ങനെ വേദനയൊന്നുമില്ല. അന്നേരം നല്ല വേദനയായിരുന്നു, പിറ്റേ ദിവസത്തേക്ക് വേദനയൊക്കെ പോയി. അങ്ങനെ ഒരു സംഭവം. വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇതാണ് ബില്ല്. 1129 രൂപ 97 പൈസ. അത്രയും പൈസ അവിടെ ചെലവായി. പക്ഷെ എന്ത് ചെയ്യാം, നമുക്കിതൊക്കെ വേണ്ടതല്ലേ. വേണം. പീനട്ട് പൊട്ടിക്കാനായിട്ട് ഫാനൊന്ന് ഓഫ് ചെയ്ത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല സാധനം മേടിച്ച് നന്നായിട്ട് ഉണ്ടാക്കി കഴിക്കും. നാളത് ഓഫർ ഇതായിരുന്നു. ഞാൻ ഇട്ട പ്രൈസ് തന്നെയല്ലേ? അല്ല, ഇപ്പൊ ഓഫർ ഒന്നുമില്ല. അല്ല, 680 രൂപ. 680. അത് തന്നെയായിരുന്നല്ലോ അതിനകത്ത്. ആണോ?